23 ദിവസം നീണ്ടുനിന്ന പരസ്യപ്രചാരണത്തിന് ആവേശപൂർവമായ പരിസമാപ്തി. നിലമ്പൂരിൽ ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ ദിനങ്ങൾ. ശക്തിപ്രകടനമായി എല്ലാ മുന്നണികളും ചൊവ്വാഴ്ച നിലമ്പൂർ കവലയിൽ ഒത്തുചേർന്നപ്പോൾ അത് ജനാധിപത്യത്തിന്റെ വർണ്ണവിസ്മയ കാഴ്ചയായി മാറി. LDF സ്ഥാനാർത്ഥി M സ്വരാജ് റോഡ് ഷോകൾക്കാണ് പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസം പ്രാധാന്യം നൽകിയത്. രാവിലെ മുതൽ വഴിക്കടവിൽ നിന്ന് നിലമ്പൂർ വരെ റോഡ് ഷോ നടത്തി. മന്ത്രി P.A. മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ CPM-ന്റെ യുവ നേതാക്കളും റോഡ് ഷോകളിൽ സ്ഥാനാർത്ഥിയുടെ കൂടെയുണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് ഉച്ചവരെ മണ്ഡലത്തിലെ വോട്ടർമാരെ കാണുന്നതിന്റെ തിരക്കിലായിരുന്നു. ഉച്ചയ്ക്ക് വഴിക്കടവിൽ നിന്ന് നിലമ്പൂരിലേക്ക് ബൈക്ക് റാലി നടത്തിയാണ് കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തത്. UDF-ന്റെ യുവ നേതാക്കളായ PC വിഷ്ണുനാഥ്, ചാണ്ടി ഉമ്മൻ, ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, PK ഫിറോസ്, സന്ദീപ് വാര്യർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയുടെ കൂടെ പര്യടനത്തിൽ പങ്കെടുത്തു. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്. രാവിലെ മുതൽ വൈകിട്ട് നടന്ന റോഡ് ഷോയിൽ മുതിർന്ന BJP നേതാക്കളായ PK കൃഷ്ണദാസ്, B ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയോടൊപ്പം പങ്കെടുത്തു. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തില്ല. വ്യക്തിപരമായിട്ടുള്ള വോട്ട് ചോദിക്കുന്നതിനാണ് അൻവർ ഇന്ന് മുൻഗണന നൽകിയത്. കഴിഞ്ഞ ദിവസം റോഡ് ഷോ നടത്തിയതിനാൽ പ്രത്യേകമായി കൊട്ടിക്കലാശം വേണ്ടെന്നാണ് തൃണമൂൽ കോൺഗ്രസ് തീരുമാനം. അതേസമയം സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഇന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രചാരണത്തിൽ പങ്കെടുത്തു. ആര്യാടൻ ഷൌക്കത്ത് സാക്ഷര പദ്ധതികളിലെ പഠിതാക്കളുടെ സംഗമത്തിലാണ് കൽപ്പറ്റ നാരായണൻ പങ്കെടുത്തത്. നേരത്തെ വൈശാഖിന്റെ നേതൃത്വത്തിൽ ചില എഴുത്തുകാർ M സ്വരാജ് പ്രചാരണം നടത്തിയത് വിവാദമായിരുന്നു. കൊട്ടിക്കലാശം കണക്കിലെടുത്ത് മണ്ഡലത്തിൽ അധികം പോലീസുകാരെയാണ് വിന്യസിച്ചത്. നിലമ്പൂരിൽ നടക്കുന്നത് UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. വർഗീയത പറഞ്ഞാണ് CPM വോട്ട് തേടുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തിൽ മുഖ്യമന്ത്രി ഓന്തിനെ പോലെ നിറം മാറുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി വിഷയം വിവാദമാക്കാൻ ശ്രമിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. ജൂൺ 23-ന് വോട്ടെണ്ണൽ നടക്കും. 10 സ്ഥാനാർത്ഥികളെ നിലമ്പൂരിൽ ജനവിധി തേടുന്നത്. ആദ്യം 14 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. ഇവരിൽ 4 പേർ പിന്നീട് പത്രിക പിൻവലിച്ചിരുന്നു. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ ഗുജറാത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. വടക്ക് പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമ ബംഗാളിനും മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത്. മലവെള്ളപ്പാച്ചലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ടെന്ന് അറിയിച്ചു. സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനുവിൽ മാറ്റം വരുത്തി വിദ്യാഭ്യാസ വകുപ്പ് ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി എന്നീ വിഭവങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഇന്ന് പുറപ്പെടുവിച്ച പത്രക്കുറിപ്പിലാണ് മന്ത്രി ഇക്കാര്യം വിശദീകരിച്ചത്. സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിച്ച വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരമാണ് മെനു പരിഷ്കരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിലവിലുള്ള മെനു പ്ലാനിംഗിൽ മാറ്റം വരുത്തുമ്പോൾ ഒരു ദിവസത്തെ കറികളിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിക്ക് പകരമായി മറ്റു പച്ചക്കറികൾ നൽകേണ്ടതാണെന്ന് കുറിപ്പിൽ പറയുന്നു. വെറും ഇലക്കറി വർഗ്ഗങ്ങൾ കറികളായി നൽകുകയാണെങ്കിൽ അവയിൽ പയർ അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങൾ ചേർക്കണം. ആഴ്ചയിൽ ഒരു ദിവസം ഫോർട്ടിഫൈഡ് അരി വെച്ച് വിവിധ ഇനം ചോറിന്റെ വിഭവങ്ങൾ, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി എന്നിവ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവയോടൊപ്പം എന്തെങ്കിലും വെജിറ്റബിൾ കറികൾ, കൂട്ടുകറി, കൂറുമ എന്നിവ നൽകണമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ചെറുധാന്യങ്ങളുടെ ഗുണങ്ങൾ മനസ്സിലാക്കി കുട്ടികൾക്ക് ആഴ്ചയിൽ രാഗി ഉപയോഗിച്ച് മിതമായ അളവിൽ ശർക്കരയും തേങ്ങയും ചേർത്ത രാഗി കൊഴുക്കട്ട, ഇലയട, അവിൽ കുതിർത്തത്, പാലുപയോഗിച്ച് ക്യാരറ്റ് പായസം, രാഗി പായസം എന്നീ വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഭാരതാംബ ചിത്രവുമായി ബന്ധത്തിലെ വിവാദത്തിനിടയിൽ രാജ്ഭവൻ സംഘടിപ്പിച്ച ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രത്തിനു മുന്നിൽ കൈകൂപ്പിയും പൂക്കൾ അർപ്പിച്ചും ഗവർണർ രാജേന്ദ്ര അർലേക്കർ.
സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ഭാരതാംബ ചിത്രം ഒഴിവാക്കാൻ രാജ്ഭവൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ രാജ്ഭവൻ സ്വന്തം നിലയ്ക്ക് സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിൽ ഭാരതാംബ ചിത്രം ഉപയോഗിക്കുമെന്നും ഗവർണർ നിലപാടെടുത്തിട്ടുണ്ട്. ഇതനുസരിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ ഡോക്ടർ അനന്ത നാഗേശ്വരനെ പങ്കെടുപ്പിച്ച് രാജ്ഭവൻ സംഘടിപ്പിച്ച പ്രഭാഷണത്തിൽ വേദിയിലെ ഭാരതാംബ ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടന്നത്. RSS ഉപയോഗിക്കുന്ന കാവിക കൊടിയുള്ള ഭാരതാംബ ചിത്രമാണ് രാജ്ഭവനിൽ കൃഷിവകുപ്പ് സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണത്തിൽ വിവാദത്തിന് തുടക്കമിട്ടത്. RSS ഉപയോഗിക്കുന്ന ഹിന്ദുത്വയുടെ പ്രതീകമായ കാവിക കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചനയടക്കമുള്ള പരിപാടികൾ ഒഴിവാക്കണമെന്നായിരുന്നു സർക്കാർ ആവശ്യം. ചടങ്ങിനു മുൻപ് ഗവർണറുടെ സെക്രട്ടറിയോട് കൃഷിമന്ത്രി P. പ്രസാദ് വിയോജിപ്പ് അറിയിച്ചെങ്കിലും വഴങ്ങിയില്ല. രാജ്ഭവൻ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഗവർണറുടേതാണെന്ന വിശദീകരണമായിരുന്നു. തുടർന്ന് മന്ത്രി പ്രസാദ് കൃഷിവകുപ്പിന്റെ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുകയും ഗവർണറുടെ നടപടിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു. ചിത്രത്തിനെതിരെ ഉയരുന്ന വിമർശനം അവഗണിക്കാനാണ് രാജ്ഭവൻ തീരുമാനം. അതേസമയം രാജ്ഭവൻ ഗവർണർക്ക് മാത്രമുള്ളതാണെന്ന സ്ഥിതി മാറിയെന്നും ജനങ്ങൾക്കായും ഗേറ്റുകൾ തുറക്കപ്പെടുകയാണെന്ന് പ്രഭാഷണ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ഗവർണർ പറഞ്ഞു. രാജ്ഭവനെ ലോകഭവനാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രാജ്ഭവൻ ജനങ്ങളിൽ നിന്ന് അകന്നു നിന്നിരുന്ന കാലം മാറിയെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. കണ്ണൂർ നഗരത്തിൽ നിരവധി പേരെ കടിച്ച തെരുവുനായ ചത്ത നിലയിൽ കണ്ടു. ചൊവ്വാഴ്ച നഗരത്തിൽ 8 മണിക്കൂറോളം നേരം ഭീതി പരത്തിയ നായ 56 പേരെയാണ് കടിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് നായയെ ചത്ത നിലയിൽ കണ്ടത്. കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ്, SBI പരിസരം, പ്രഭാത് ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നായ ആളുകളെ ആക്രമിച്ചത്. വർഗീയതയോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന സർക്കാർ നിലപാടാണ് പോലീസ് നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 9 വർഷമായി വർഗീയ സംഘർഷമില്ലാത്ത നാടായി കേരളം മാറിയത് വർഗീയ സംഘടനകൾ ഇല്ലാത്തതുകൊണ്ടല്ല. ഉത്തരേന്ത്യയിലടക്കം ആളുകളെ കൊല്ലുന്ന വർഗീയ സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ സംഘടനാ സംവിധാനമുള്ളത് കേരളത്തിലാണ് എന്നാണ് അവർ തന്നെ പറയുന്നത്. എന്നാൽ കേരളീയ സമൂഹത്തിന്റെ പ്രത്യേകതയും വർഗീയതയ്ക്കെതിരായ ഉറച്ച നിലപാടും മൂലം അവർക്ക് യഥാർത്ഥ മുഖം പുറത്തെടുക്കാൻ കഴിയില്ല. ഇതോടൊപ്പമാണ് ഇത്തരം കാര്യങ്ങളിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണമെന്ന് സർക്കാർ നയം നടപ്പാക്കുന്ന പോലീസ് സേനയുടെ നിലപാട്. ക്രമസമാധാന പാലനത്തിലടക്കം കേരളം നേടിയ നേട്ടത്തിൽ പോലീസിന് പ്രധാന പങ്കുണ്ട്. മനുഷ്യന്റെ പ്രയാസത്തോടൊപ്പം നിൽക്കുന്നവരാണ് സംസ്ഥാനത്തെ പോലീസ് സേന. ദുരന്ത മേഖലയിലടക്കം ഇത് തെളിയിച്ചതാണ്. ഒരുവിധ ഇടപെടലുകളുമില്ലാതെ നീതിയുക്തമാണ് സംസ്ഥാന പോലീസിന്റെ പ്രവർത്തനം. എന്നാൽ അച്ചടക്കത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പോലീസുകാരോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. സഹായിക്കേണ്ടവർ ദുരന്തമായി മാറുന്ന സാഹചര്യമാണ് കഴിഞ്ഞ നാളുകളിൽ കണ്ടത്. പ്രതിസന്ധികളുണ്ടെങ്കിലും സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സമയബന്ധിതമായി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പോലീസ് അസോസിയേഷൻ യോഗത്തിൽ തികഞ്ഞ രാഷ്ട്രീയ പ്രസംഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് സേനയെ രാഷ്ട്രീയവർക്കിക്കരുതെന്ന്, ഈ വകുപ്പ് ഞങ്ങളൊക്കെ ഭരിച്ചതാണ്. അദ്ദേഹം അവിടെ നടത്തിയ രാഷ്ട്രീയ പ്രസംഗം ഈ ചുമതല വഹിക്കുന്ന മന്ത്രിക്ക് ചേർന്നതായിരുന്നില്ല എന്ന് ചെന്നിത്തല പറഞ്ഞു. പോലീസ് സേനയെ രാഷ്ട്രീയവർക്കിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. പോലീസ് സേനയെ CPMന്റെ പോഷക സംഘടനയാക്കി കളയാമെന്ന തെറ്റിദ്ധാരണ മുഖ്യമന്ത്രിക്ക് വേണ്ട. പോലീസ് അസോസിയേഷനിലെ അംഗങ്ങൾ അവരവരുടേതായ വ്യക്തിപരമായ രാഷ്ട്രീയമുള്ളവരാണ്. അത് ഉൾക്കൊള്ളാതെ അവരെല്ലാം CPM അനുയായികളാണെന്ന തരത്തിലാണ് മുഖ്യമന്ത്രി അവിടെ സംസാരിച്ചത് എന്ന് ചെന്നിത്തല പറഞ്ഞു. നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ ഫാസിസത്തിനെതിരെ ദേശീയ തലത്തിൽ പോരാടുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനായിരിക്കും എന്റെ വോട്ട് എന്ന് എഴുത്തുകാരനും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ താൻ ലിബറൽ ഡെമോക്രാറ്റാണെന്നും ഫാസിസത്തിനെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം ചേർന്ന് നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭാ ചെയർമാനുമായിരിക്കെ നടപ്പിലാക്കിയ ജ്യോതിർഗമയ, സമീക്ഷ, സദ്ഗമയ, ഒപ്പത്തിനൊപ്പം എന്നിവയിലെ പഠിതാക്കളുടെ സംഗമമായ അക്ഷരസംഗമത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. ഇടുക്കി അണക്കര ചെല്ലാർകോവിലിൽ ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. തമിഴ്നാട്ടിലേക്ക് തൊഴിലാളികളുമായി പോകുന്ന ജീപ്പും യുവാക്കൾ സഞ്ചരിച്ച ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടുക്കി ചെല്ലാർകോവിലിൽ ചൊവ്വാഴ്ച വൈകിട്ട് 4ഓടെയാണ് അപകടം നടന്നത്. ജീപ്പ് അമിത വേഗതയിലായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു. ഹോസ്റ്റലിൽ നിന്നും കാണാതെയായ 3 പെൺകുട്ടികളെ പോലീസ് കുന്നംകുളത്ത് നിന്ന് കണ്ടെത്തി തിരികെ എത്തിച്ചു. പറവൂർ നഗരസഭയുടെ ഹോസ്റ്റലിൽ നിന്നാണ് കാണാതായത്. 2 പേർ 9ാം ക്ലാസ്സിലും ഒരാൾ 10ാം ക്ലാസ്സിലും പഠിക്കുന്നവരാണ്. പോലീസ് പറയുന്നത് ഞായറാഴ്ച രാത്രി ഉറങ്ങാൻ പോകുന്നതുവരെ ഇവർ ഹോസ്റ്റലിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വാർഡൻ വിളിക്കാൻ എത്തിയപ്പോഴാണ് 3 കാണാതായതെന്ന് മനസ്സിലാക്കിയത്. നഗരസഭാ അധികൃതർ ഉടനെ പറവൂർ പോലീസിൽ അറിയിച്ചു.
മൊബൈൽ ഫോൺ കൈവശമില്ലായിരുന്ന കുട്ടികൾ കുന്നംകുളം ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന സ്ത്രീയുടെ ഫോൺ വാങ്ങി ഒരു കുട്ടി അമ്മയെ വിളിച്ച് നാടുവിടുകയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് വെളിപ്പെടുത്തിയില്ല. കുട്ടിയുടെ അമ്മ തന്നെ വിളിച്ച നമ്പറിലേക്ക് തിരികെ വിളിച്ചപ്പോഴാണ് കുന്നംകുളത്താണെന്നറിഞ്ഞത്. വിവരം കുട്ടിയുടെ അമ്മ ഹോസ്റ്റൽ വാർഡനെ അറിയിച്ചു. പരവൂർ പോലീസിൽ നിന്ന് സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടികളെ കണ്ടെത്തിയത്. കുന്നംകുളത്ത് വെച്ച് പെൺകുട്ടികളുടെ കൂടെ കണ്ട യുവാവിനെയും പിടികൂടിയിട്ടുണ്ട്. തൃശൂർ സ്വദേശിയായ ഇയാൾക്ക് പെൺകുട്ടികളിൽ ഒരാളുമായി അടുപ്പമുണ്ടായിരുന്നു എന്നും സംഭവത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ഇന്റർനെറ്റ് റേഡിയോ ആരംഭിക്കുന്നു. റേഡിയോ നെല്ലിക്ക എന്ന പേരിട്ടിരിക്കുന്നത് ഇത് ജൂൺ 18 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ബാലസൗഹൃദം യാഥാർത്ഥ്യമാക്കുക, ബാലാവകാശ സാക്ഷരത ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രചാരണ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് പദ്ധതി ആരംഭിക്കുന്നത്. കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾ, ലഹരി, സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികൾ, ആത്മഹത്യാ പ്രവണത, സോഷ്യൽ മീഡിയ അഡിക്ഷൻ തുടങ്ങിയവ വർദ്ധിച്ചുവരുന്ന സാഹചര്യം പരിഗണിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കുട്ടികൾ, അധ്യാപകർ, രക്ഷാകർത്താക്കൾ, പൊതുസമൂഹം എന്നിവർക്കിടയിൽ ബാലനീതി